മാനന്തവാടിയിലെ ആദിവാസി യുവാവിന് നേരെ ഉണ്ടായ അതിക്രമം, ക്രൂരമായ അതിക്രമം. കൂടൽക്കടവ് ചെമ്മാട് നഗറിൽ മാതനെയാണ് വാഹനത്തിൽ വലിച്ചിഴച്ചത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അതിൻ്റെ വിവരങ്ങളാണ് അനൂപ് KR നേരത്തെ നൽകി വന്നിരുന്നത്. 1/2 കിലോമീറ്ററോളമാണ് ഈ യുവാവിനെ വലിച്ചിഴച്ചത്. ചെക്ക് ഡാം കാണാനെത്തിയ 2 സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഇടപെട്ടതിനാണ് യുവാവിനെ അതിക്രമിച്ചത്. ദൃക്സാക്ഷികൾ തന്നെ ഇക്കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു. അവരുടെ വാക്കുകളൊന്ന് കേൾക്കാം. വൈകുന്നേരം ഏകദേശം ഒരു 5:45 കൂടിയിട്ട് ഒരു കാറിൽ ഒരു 3-4 യുവാക്കൾ വളരെ അസഭ്യം പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയിട്ട് വണ്ടി കൊണ്ട് കടയുടെ മുമ്പിൽ നിർത്തുകയും അവർ പിറകിൽ വരുന്ന വാഹനക്കാരുമായിട്ട് എന്തോ അടിപിടി കൂടി കച്ചറ കൂടി അവരെ കല്ലെടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് ആദ്യം. അപ്പോൾ ഇത് തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു ആദിവാസിയായിട്ടുള്ള മാതൻ എന്ന് പറയുന്ന ആളെ വണ്ടിയിലേക്ക് ഉന്തിക്കൊണ്ടുപോവുകയും വണ്ടിയിലേക്ക് ഡോറിലേക്ക് കൈ ഉള്ളിലേക്ക് പിടിച്ച് ഒരു 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ ടാർട്ട റൂട്ടിൽ കൂടി അതിവേഗത്തിൽ വലിച്ചു കൊണ്ടുപോയി. അദ്ദേഹം ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. തീർച്ചയായും ഞങ്ങളുടെ പ്രതിനിധി അനൂപ് KR കൂടി ചേരുകയാണ്. അനൂപ്, നമ്മൾ നേരത്തെ ആ ദൃശ്യങ്ങൾ കണ്ടു, ആ CCTV ദൃശ്യങ്ങൾ പിന്നിൽ നിന്ന് ആരോ പകർത്തിയത്. ആ യുവാവിനെ ക്രൂരമായ രീതിയിൽ വലിച്ചിഴയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റികൾ മുഴുവൻ ഉരഞ്ഞു മാറി പോകുന്ന രീതിയിലായിരുന്നു വലിച്ചിഴച്ചത്. ഇതിലേക്ക് നിദാനമായ സംഭവം 2 തർക്കങ്ങളിൽ ഇടപെട്ടതാണ് അല്ലേ? ഇത് ആരാണ് ഇത് ചെയ്തത്? അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇത് ചെയ്തത് ആരാണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതിനകം ലഭ്യമായിട്ടുണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ മാനന്തവാടി പോലീസ് ഉൾപ്പെടെ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുകയാണ്. അവർ കുറ്റ്യാടി സ്വദേശികളാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇത് ഈ കാറിന്റെ രജിസ്ട്രേഷൻ പട്ടാമ്പി ആ ഭാഗത്താണ് എന്നും പോലീസ് പറയുന്നു. ഔദ്യോഗിക വിവരമല്ല, എന്നാൽ പോലീസ് ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള സൂചനകൾ ഈ വിധത്തിൽ നൽകുന്നു. ഏതായാലും ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. 2 കാറിലെത്തിയ വിനോദസഞ്ചാരികൾ ഈ കൂടൽക്കടവ് എന്ന പ്രദേശത്ത് ഒരു ചെക്ക് ഡാം ഉണ്ട്. ആ ചെക്ക് ഡാമിൽ അതിന്റെ പരിസരത്ത് ഈ വിധത്തിൽ ആളുകൾ വൈകുന്നേരങ്ങളിലും മറ്റും അവിടെ എത്താറുണ്ട്. ചെക്ക് ഡാമിൽ ഇറങ്ങുകയും മറ്റും ചെയ്യാറുണ്ട്. അത് സംബന്ധിച്ച് അവിടെ തദ്ദേശീയരായിട്ടുള്ള നാട്ടുകാർ അതോടൊപ്പം ഈ വിധത്തിൽ മറ്റിടങ്ങളിൽ നിർത്തുക, അല്ലെങ്കിൽ മാനന്തവാടി പുൽപ്പള്ളി റോഡിലൂടെ സഞ്ചരിക്കുന്ന കാർ യാത്രികർ ഉൾപ്പെടെ അവിടെ ഈ വിധത്തിൽ സമയം ചെലവഴിക്കാറുമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം എത്തിയ 2 സംഘങ്ങൾ നാട്ടുകാരെ അല്ലെങ്കിൽ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ അവർ അവിടെ വെച്ച് ചില തർക്കങ്ങൾ ഉണ്ടാവുകയും തർക്കങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അവർ പരസ്പരം കാർ കുറ്റിപ്പുറത്ത് രജിസ്റ്റർ ചെയ്ത കാറാണ്. കാർ കുറ്റിപ്പുറത്ത് രജിസ്റ്റർ ചെയ്തതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. മലപ്പുറത്തെ കുറ്റിപ്പുറത്ത് രജിസ്റ്റർ ചെയ്ത കാറാണ് ആദിവാസി യുവാവിന് നേരെ ഈ ക്രൂരത കാട്ടിയത്. അനൂപ്, തുടരാം വിവരങ്ങളുമായി. അങ്ങനെ ആ വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടുകാർ ഇത് ചോദ്യം ചെയ്തു. ഇവർ റോഡിൽ വെച്ച് ഇത്തരത്തിൽ അസഭ്യം പറയുന്നതും മറ്റും നാട്ടുകാർ ചോദ്യം ചെയ്തു. ഇതോടുകൂടി നാട്ടുകാർക്ക് നേരെ ഈ സംഘം തിരിയുകയായിരുന്നു. കല്ലെടുത്ത് ആക്രമിക്കാൻ വന്ന ആളുകളെ പ്രദേശവാസി കൂടിയായ മാതൻ അത് തടഞ്ഞു, അതിനെ എതിർക്കാൻ ശ്രമിച്ചു. എന്നാൽ മാതിന് നേരെ ഈ സംഘം തിരികുകയായിരുന്നു. പിന്നീട് സംഘം ചേർന്ന് അതിനെ ആക്രമിക്കുകയും മർദ്ദിക്കുകയും ആ വിധത്തിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷം അവർ കാർ മുന്നോട്ടെടുത്ത് പോകുവാൻ തുടങ്ങി. ആ ഘട്ടത്തിലാണ് ഈ കാറിലുള്ളവർ മാതിന്റെ കയ്യിൽ പിടിക്കുന്നത്. അത് സംബന്ധിച്ച് ഈ വിധത്തിൽ കാർ ഒരു കുടുങ്ങിയ നിലയിലുമായിരുന്നു മാതിന്റേത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്നാൽ അത് വകവെക്കാതെ ഇവർ മുന്നോട്ട് കാർ എടുത്തു. ആ വിധത്തിൽ ഒരു 1/2 കിലോമീറ്ററോളം ദൂരം ഈ മാനന്തവാടി പുൽപ്പള്ളി റോഡിൽ കാർ മാതിനെ വലിച്ചു കൊണ്ടുപോയി. ഇതേ തുടർന്നാണ് അദ്ദേഹത്തിന്റെ അരഭാഗത്തും അതോടൊപ്പം തലഭാഗത്തും എല്ലാം പരിക്കേൽക്കുന്നത്. മാതൻ നിലവിൽ ഇപ്പോൾ ഉള്ളത് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇന്നലെ വൈകിട്ട് തന്നെ അദ്ദേഹത്തെ ചികിത്സയിലേക്ക് അവിടേക്ക് മാനന്തവാടി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. പോലീസ് കഴിഞ്ഞ ദിവസം തീർച്ചയായും, അതായത് അനൂപ് KR, ഇതിലെ ചില സാമൂഹികമായ പശ്ചാത്തലങ്ങൾ കൂടിയുണ്ട്. കാരണം ഇത് സ്വാഭാവികമായി ഒരു തർക്കമുണ്ടാകുന്നു. തെറ്റാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് സ്വാഭാവികമായും മനുഷ്യൻ്റെ ഒരു ഹോട്ടം ഒരു മുൻശുണ്ടിയിൽ സംഭവിച്ചു പോകുന്ന തെറ്റായ കാര്യമാണ്. പക്ഷേ ഇത് അതുപോലെ അല്ല. കാരണം ബോധപൂർവം ഒരാളെ കാറിൻ്റെ കാറിനുള്ളിലിരുന്ന് ബോധപൂർവം കയ്യിൽ പിടിച്ചതിന് ശേഷം വണ്ടി ഓടിക്കുകയാണ്, വലിച്ചിഴയ്ക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു ക്രൂരതയുടെ ഒരു ആക്രമണത്തിൻ്റെ ഒക്കെ ഉള്ള ഘടകങ്ങൾ അതിലുണ്ട്. അതിൽ മറ്റു ചില പശ്ചാത്തലങ്ങൾ കൂടിയുണ്ട് അല്ലേ അനൂപ് KR?
ആ വിധത്തിലാണ് ഈ പ്രദേശത്ത് ചില തർക്കങ്ങളും മറ്റും ഈ സ്ഥലത്തെത്തുന്നവർ തമ്മിൽ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. വലിയൊരു തർക്കങ്ങളിലേക്കോ ഏറ്റങ്ങളിലേക്കൊന്നും അതങ്ങനെ പോവാറില്ല. സ്വാഭാവികമായും ആ പ്രദേശത്തെ നാട്ടുകാരെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ അവിടെ എത്തിയവർ പെരുമാറി എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാറിന് ഈ എത്തിയ ആളുകൾ അവരുടെ വാഹനം കടകൾക്ക് മുന്നിൽ അന്യായമായി പാർക്ക് ചെയ്യുകയും അനധികൃതമായി പാർക്ക് ചെയ്യുകയും മറ്റും ചെയ്തു. അത് അവരുടെ സ്വാഭാവികമായും അവർക്ക് അവിടെയുള്ളവരിൽ അതൊരു പ്രകോപനം ഉണ്ടാക്കി. തുടർന്ന് ആ വിധത്തിലുള്ള ചില തർക്കങ്ങളും മറ്റും ഉണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാറിലെത്തിയവർ തമ്മിൽ പരസ്പരം ഈ വിധത്തിൽ സംഘർഷത്തിന് ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അവർ തമ്മിൽ പരസ്പരം വാക്കേറ്റം ഉണ്ടാവുകയും അത് കയ്യേറ്റത്തിലേക്ക് എത്തുകയും ചെയ്തു. തുടർന്ന് അവർ പരസ്പരം പോർവിളിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. ഇതാണ് നാട്ടുകാരെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. ആ വിധത്തിലൊരു സാഹചര്യം അവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു. അവിടെ നിന്ന് അവരോട് പിന്തിരിഞ്ഞു പോകണമെന്ന്, അവിടെ നിന്ന് മാറിപ്പോകണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അല്ലെങ്കിൽ ആ ഘട്ടത്തിലാണ് ഈ കല്ലുമായി ആളുകൾക്ക് നേരെ ആക്രമിക്കാനുള്ളൊരു ശ്രമം അവിടെ നടക്കുന്നത്. അത് മാതൻ ഉൾപ്പെടെയുള്ളവർ തടയുകയായിരുന്നു. മാതൻ 49 വയസ്സുണ്ട്. തൊട്ട് സമീപത്ത് തന്നെയുള്ള ഉന്നതിയിലെ താമസക്കാരനാണ്. ജീവിതത്തിൽ സംഘർഷം നടക്കുന്നത് കണ്ട് അവിടേക്ക് എത്തിയതാണ്. അദ്ദേഹം ഇത് തടയാൻ ശ്രമിച്ചു. എന്നാൽ ഇതോടുകൂടി മാതന് നേരെ ഈ ആളുകൾ തിരിയുകയായിരുന്നു. പിന്നീടാണ് വലിയ മാതന് ഏൽക്കേണ്ടി വരുന്നത്. ഈ നാട്ടുകാരുടെ നിർബന്ധം മൂലം അവിടെ നിന്ന് കാറെടുത്ത് മുന്നോട്ട് പോകുന്നതിനിടെയാണ് മാതന്റെ കയ്യിൽ ഈ വിധത്തിൽ കാറിലുള്ളവർ കയറി പിടിക്കുന്നത്. പുറകെ വന്ന യാത്രികനാണ് അത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ, ഇതിന്റെ ഒരു അപകടാവസ്ഥയും ദാരുണമായ ഒരു സാഹചര്യവും മനസ്സിലാക്കി ആ ദൃശ്യങ്ങൾ എടുക്കുന്നത്. എന്നാലും അതാണ് ഈ സംഭവം പുറത്തെത്തുന്നതിന് കാരണം. ആ വിധത്തിൽ കാറ് കയ്യിൽ കുടുങ്ങി, അല്ലെങ്കിൽ കാറിൽ കുടുങ്ങിയ ഒരു സാഹചര്യത്തിലും അത് വകവെക്കാതെ ഇവർ കാർ മുന്നോട്ടെടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന് കൈ വിടുവിപ്പിക്കാനോ അവിടെ നിന്ന് രക്ഷപ്പെടാനോ സാധിച്ചില്ല. 1/2 കിലോമീറ്ററോളം കാർ മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. അതിലാണ് ഇത്തരത്തിൽ പരിക്കേൽക്കുന്നത് മാതന്. ഏതായാലും സംഭവം വളരെ ഗൗരവമായാണ് പോലീസ് കാണുന്നത്. സംബന്ധിച്ചുള്ള പ്രാഥമിക അന്വേഷണം നടത്തി കഴിഞ്ഞു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഉടൻ നീങ്ങുമെന്നാണ് പോലീസ് പറയുന്നത്. തീർച്ചയായും, കാരണം ഈ ആദിവാസി യുവാവാണ്. സ്വാഭാവികമായും അതുകൊണ്ട് നിയമപരമായി തന്നെ ഈ കേസിനെ ആ രീതിയിൽ കൂടി കാണേണ്ടതുണ്ട്. ആ രീതിയിൽ തന്നെയാകും പോലീസ് ഇതിനെ കൈകാര്യം ചെയ്യുന്നതും. അത്തരം സൂചനകളാണ് ലഭിക്കുന്നതും. അനൂപ് കെ ആർ. പ്രധാനമായും ദൃക്സാക്ഷികളുടെ മൊഴികൾ പ്രകാരമാണ് പോലീസ് ഈ കേസിനാസ്പദമായ തെളിവുകൾ ശേഖരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഇത് സംബന്ധിച്ച് മൊഴി നൽകിയിട്ടുണ്ട്. 1/2 കിലോമീറ്ററോളം വലിച്ചിഴച്ചത് കണ്ടുവെന്ന് അതിലൂടെ യാത്ര ചെയ്തവർ പറയുന്നുണ്ട്. അവരുടെ മൊഴികൾ പോലീസ് ശേഖരിക്കുന്നതോടൊപ്പം മാതനോടൊപ്പം ഉണ്ടായിരുന്നവരുടെ മൊഴികളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കുറ്റിപ്പുറം എന്ന സ്ഥലത്ത് ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ അവിടെയുള്ള കാറാണ് എന്നതെല്ലാം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും പ്രതികളെ കുറിച്ച്, അല്ലെങ്കിൽ ഈ വിധത്തിൽ ക്രൂരമായ ഒരു കൃത്യം നടത്തിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അത് മാനന്തവാടി പോലീസ് തന്നെ ആ കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും അത് സൂചന നൽകുന്നത് എത്രയും പെട്ടെന്ന് ഈ പ്രതികളിലേക്ക് പോലീസ് എത്തുകയും അതിലെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എത്തുമെന്ന് തന്നെയാണ്. ആ വിധത്തിൽ ഒരു പോലീസ് അക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഏതായാലും ആ വിധത്തിൽ ഒരു ക്രൂരമായ നടപടിയാണ് ഉണ്ടായത്. നേരത്തെ തന്നെ നാട്ടുകാരിൽ പലരും വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്തുകയും മറ്റും ചെയ്തു. ആ പ്രദേശത്ത് ഇങ്ങനെ എത്തുന്ന ആളുകൾ പ്രദേശത്തുകാരുടെ ഒരു സ്വൈര്യ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന വിധത്തിൽ പെരുമാറാറുണ്ട് എന്നും ആ പ്രദേശത്തെ നാട്ടുകാർ പറയുന്നു. ഏതായാലും പോലീസ് കൂടുതൽ പേരിൽ നിന്ന് മൊഴികൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രാഥമിക തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. കാറിൽ സഞ്ചരിച്ചതിനെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നും പറയുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ മാനന്തവാടി പോലീസ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തീർച്ചയായും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ എത്താനാകുന്നത് ഈ KL 52H എന്നതാണ്. ഉമൈദ്യ എന്നതാണ് ഈ RC ബുക്ക് ഓണർ ആയി രേഖകളിൽ കാണുന്നത്. അതൊരു പക്ഷേ അത് കറക്റ്റാണോ, അല്ലെങ്കിൽ ഇപ്പോഴാരുടെ പക്കലാണ് ഇരിക്കുന്നത്, അത് അപ്ഡേറ്റഡ് ആണോ എന്നൊക്കെ ഉള്ളത് അറിയേണ്ടതുണ്ട്. പക്ഷേ എന്നിരുന്നാലും കുറ്റിപ്പുറത്ത് രജിസ്റ്റർ ചെയ്ത മാരുതി സെലേറിയോ കാറാണ് KL 53 H 8733 എന്നതായിരുന്നു അതിൻ്റെ നമ്പർ. തീർച്ചയായും പോലീസ് അതിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതുണ്ട്. ആദിവാസി യുവാവിനെ ആണ് ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ വലിച്ചിഴയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലും മുതുകിനുമൊക്കെ പരിക്കേൽക്കുന്ന തരത്തിലേക്കാണ്
ഈ ക്രൂരകൃത്യം നടത്തിയത്, മനുഷ്യത്വഹീനമായ കൃത്യം നടത്തിയത്. ആദിവാസി യുവാവിന് പരിക്കേറ്റ് ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണ്. ഒരുപക്ഷെ അനൂപ്, ഈ തർക്കങ്ങൾക്കിടയിൽ ഈ ഇദ്ദേഹത്തിന്, ഈ ആദിവാസി യുവാവിനെ ബോധപൂർവം ആക്രമിക്കാനുള്ള ഇട എങ്ങനെയാണ് രൂപപ്പെട്ടത്? കാരണം നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരാരും പ്രതിരോധിച്ചില്ലേ? ഏതൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ അദ്ദേഹം ഒറ്റപ്പെട്ടു പോകുന്നത്? നാട്ടുകാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. നാട്ടുകാരെല്ലാം ഇത് പ്രതിരോധിക്കാനും മറ്റും ശ്രമിക്കുകയും ചെയ്തതാണ്. ഈ മാദന്റെ ആ സാഹചര്യം, ഇവർ കാർ മുന്നോട്ടെടുത്തു പോകുന്നതിനിടെ ഈ കല്ലുമായി ആക്രമിക്കാൻ എത്തിയ ആളെ തടഞ്ഞത് മാദനാണ്. അപ്പോൾ മാദനോട് ഒരു ദേഷ്യവും വൈരാഗ്യവും ഉദ്ദേശവും ഈ കാറിലെത്തിയവർക്കുണ്ടായിരുന്നു. ആ വിധത്തിലാണ് അദ്ദേഹത്തെ കൂട്ടമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നാട്ടുകാർ അത് പ്രതിരോധിക്കാനെല്ലാം ശ്രമിച്ചു. എന്നാൽ അതിന്റെ ഫലമായാണ് അവർ ഈ സ്ഥലത്ത് നിന്ന് കാറെടുത്ത് മുന്നോട്ട് പോകുന്നതും മാനന്തവാടി പുൽപ്പള്ളി ഭാഗത്തേക്ക് അവർ അവിടെ നിന്ന് മാറുന്നതും. അത് നാട്ടുകാർ അവിടെ പെട്ടെന്ന് തന്നെ ഇടപെടുകയും മറ്റും ചെയ്തതാണ്. എന്നാൽ ഈ പോകുന്നതിനിടെയാണ് മാദന്റെ കൈ ഈ കാറിന്റെ ഡോറിലൂടെ. തീർച്ചയായും ക്രൂരമായ പ്രവൃത്തി തന്നെയാണ് ഇപ്പോൾ കാണാനാകുന്നത്. കാറിലൂടെ